നമസ്കാരം. സഭാവിശേഷങ്ങളും വാർത്തകളുമായി മാർത്തോമാ ന്യൂസ്. അതിശക്തമായ ഉരുൾപൊട്ടലും പ്രളയവും മൂലം പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുകയും വീടും ഉപജീവന മാർഗങ്ങളും ഉറ്റവരെയും നഷ്ടപ്പെട്ട് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേരുകയും ചെയ്യുന്നതായി മലങ്കര മാർത്തോമാ സുറിയാനി സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത. എല്ലാവരും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ദുരിതബാധിതർക്ക് സഹായഹസ്തം നീട്ടുകയും ചെയ്യണം. പ്രതിസന്ധിയുടെ ഈ ഘട്ടത്തിൽ കരുണയും സഹോദര സ്നേഹവും പ്രവൃത്തിയിലൂടെ പ്രകടമാകണം. ആവർത്തിച്ചുണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ വികസന കാഴ്ചപ്പാടുകളെയും പ്രകൃതിയോടുള്ള സമീപനത്തെയും പുനർവിചിന്തനം ചെയ്യുവാൻ നിർബന്ധിതരാക്കുന്നു. ദൈവത്തിന്റെ സൃഷ്ടിയെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമുണ്ട്. പരിസ്ഥിതിയെ മാനിച്ചും പ്രകൃതിയോടിണങ്ങിയും ജീവിക്കുന്ന ജീവിതശൈലി സ്വീകരിക്കുവാൻ പ്രതിജ്ഞാബദ്ധരാകണം. മാർത്തോമാ സഭയുടെ വികസന വിഭാഗമായ കാർഡിലൂടെയും ഭദ്രാസന കേന്ദ്രങ്ങളിലൂടെയും സംഘടനകളിലൂടെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. സഹായഹസ്തം ആവശ്യമുള്ളവർക്ക് മാർത്തോമാ സഭാ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. പ്രയാസം അനുഭവിക്കുന്നവർക്കു വേണ്ടിയും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണം. ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ഐക്യത്തോടെയും സ്നേഹത്തോടെയും എല്ലാവരും മുന്നോട്ട് വരികയും വേണമെന്നും മെത്രാപ്പൊലീത്ത നിർദ്ദേശിച്ചു. പ്രളയകെടുതികളിൽ ദുരിതം അനുഭവിക്കുന്നവരെ സന്ദർശിച്ച് ആശ്വാസം പകർന്ന് ഡോക്ടർ യുവാക്കീം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കുകയുണ്ടായി. ഓദ്ര എബനേസർ ഇടവകയിൽ തുറന്ന ദുരിതാശ്വാസ ക്യാമ്പും പ്രയാർ, പൂപ്പരത്തി ഇടവക പ്രദേശങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവരെയും സഫ്രഗൻ മെത്രാപ്പൊലീത്ത നേരിൽ കണ്ടു. സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ, ബിഷപ്പ് സെക്രട്ടറി റവറൻ ടൈറ്റസ് തോമസ്, റവറൻ കൊച്ചുകോശി എബ്രഹാം, റവറൻ ഷിബു സാമുവൽ, റവറൻ ഷൈനൻ ജേക്കബ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കാലാവസ്ഥയുടെ പ്രതികൂല കാരണം മൂലം പല ഭവനങ്ങളും മാറ്റി താമസിക്കേണ്ട ആവശ്യം ഈ നാളുകളിലുണ്ടായി എന്ന് നമുക്കറിയാമല്ലോ. മാർത്തോമാ സഭയുടെ നേതൃത്വത്തിൽ അതിൻ്റെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന കാർഡിൻ്റെ ചുമതലയിൽ പ്രത്യേകിച്ച് പത്തനംതിട്ടയിലും ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലും പലയിടങ്ങളിലും പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കുന്നു. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ ചെങ്ങന്നൂർ കേന്ദ്രമാക്കിയും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ റാന്നി, തിരുവല്ല മുതലായ സ്ഥലങ്ങൾ കേന്ദ്രമാക്കിയുമാണ് കൂടുതൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത്. ആളുകൾ ക്യാമ്പുകളിൽ താമസിക്കുന്നു. അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകുന്നതിന് ഇടയായിത്തീർന്നു എന്നുള്ളത് സന്തോഷത്തോടു കൂടിയാണ് ഓർക്കുന്നത്. എന്നാൽ ഇപ്പോൾ എല്ലാവരും മിക്ക ഭാഗങ്ങളിലും അവിടുന്ന് താമസം മാറ്റി ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്നു. ചളിയും മറ്റ് വെള്ളം കയറിയും താമസയോഗ്യമല്ലാത്ത വിധത്തിലാണ് പല ഭവനങ്ങളും. അതൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നതിന് അതാതിടങ്ങളിലെ യുവനസഖ്യാംഗങ്ങൾ നേതൃത്വം നൽകുന്നുണ്ട്. ഈ ഭക്ഷണ വിതരണത്തിലും യുവനസഖ്യാംഗങ്ങളുടെ വലിയൊരു പങ്കാളിത്തം പ്രത്യേകം പ്രസ്താവ്യമാണ്. ഈ കാർഡിൻ്റെ നേതൃത്വത്തിൽ ഡ്രൈ റേഷൻ കിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പല സ്ഥലങ്ങളിലും. കാരണം അവർ ഭവനങ്ങളിൽ പോകുമ്പോൾ അവർക്കുടനെ തന്നെ ഭക്ഷണം വയ്ക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കാൻ നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ. ആ വിധത്തിലുള്ള കിറ്റുകൾ ഇന്ന് പലയിടങ്ങളിലും വിതരണം ചെയ്യുന്നതിനിടയായി തീർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭവനങ്ങൾ വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ലോഷനും അതിനോടനുബന്ധപ്പെട്ട ഉപകരണങ്ങളും നൽകുകയും യുവജനസഖ്യാംഗങ്ങൾ നേരിട്ട് തന്നെ ഇങ്ങനെയുള്ള ഭവനങ്ങൾ പോയി വൃത്തിയാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതും പ്രത്യേകം പ്രസ്താവ്യമാണ്. ഒരു മനുഷ്യൻ്റെ വേദനയുടെ സമയത്ത് അവരോടൊപ്പം ആയിരിക്കാൻ, അവർക്ക് കൈത്താങ്ങൽ കൊടുക്കാൻ അതാത് ഇടങ്ങളിലുള്ള ഇടവകൾ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചു എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. പലയിടങ്ങളിലും പല ഇടവകളും അവരുടെ പാരിഷുകൾ ആളുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പുകളായി രൂപപ്പെടുത്തുന്നതിനും എല്ലാ വിധത്തിലും അവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ഇടയായി തീർന്നിട്ടുണ്ട്. ജീവിതത്തിൻ്റെ പ്രയാസമേറിയ അവസരങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കുവാൻ ഈ കാലയളവിൽ ഇടയാകുന്നുണ്ട്. ദൈവസ്നേഹത്താൽ അറിയപ്പെടുമ്പോൾ ആ വിധത്തിലല്ലാതെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. അതിന് ഇടവകളെയും യുവജനങ്ങളെയും പ്രത്യേക കാർഡിനെയും ഒക്കെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. എത്രയും വേഗം മഴയുടെ കെടുതിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിനും
അവരവരുടെ ഭവനത്തിൽ പോയി താമസിക്കുന്നതിനും ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിലെ കാലിഫോർണിയ വെസ്റ്റേൺ റീജിയൻ സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിലെ എക്യുമെനിക്കൽ സഭകളിലെ വൈദികരുടെയും ഇടവക പ്രതിനിധികളുടെയും സംഗമം സാൻ ഫ്രാൻസിസ്കോ മാർത്തോമ പള്ളിയിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത മുഖ്യ സന്ദേശം നൽകി. ദൈവസ്നേഹം വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ കഴിയണമെന്ന് മെത്രാപ്പൊലീത്ത ഉദ്ബോധിപ്പിച്ചു. ജീവനെ ആദരിക്കുകയും മറ്റുള്ളവർക്ക് ജീവിക്കുവാൻ അവസരം കൊടുക്കുകയും വേണമെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. വേറൊരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നതായിട്ട് അവസരത്തിൽ വേറൊരാളെ എന്ന് ഞാൻ പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് കാണപ്പെടേണ്ടതായുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ അത് എന്നൊക്കെ നമ്മളെ വിശേഷിപ്പിക്കുന്നതായുള്ള അവസരത്തിൽ അതിൻ്റെ ജീവിത രീതികളോ കൾച്ചറൽ വേരിയൻസോ ഇതൊക്കെ വ്യത്യാസമുള്ളതായിരിക്കും. എന്നാൽ അതേ അവസരത്തിൽ തന്നെ മനുഷ്യനാണ്, ബേസിക്കലി ഹ്യൂമൻ ബീയിങ്. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ ഒരു ഇടം കൊടുക്കുക എന്നത് പ്രാർത്ഥന അറിയിക്കുന്നതാണ്. ജീവിക്കുവാൻ ഒരു ഇടം കൊടുക്കുക. റവറൻ ജിജോ പി സണ്ണി, ഫോറം പ്രസിഡന്റ് ഫാദർ തോമസ് കോര, കൺവീനർ സതീഷ് ഡേവിഡ്, റോയ് ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ വൈദികർ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. ഭിന്നശേഷി മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്തയ്ക്ക് നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ ഇൻഡിവിജ്വൽ കാറ്റഗറി അലൈസ് ഫെസിലിറ്റേറ്റർ ഡിസബിലിറ്റി അവാർഡ് ലഭിച്ചു. ഭിന്നശേഷിക്കാരുടെയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരുടെയും ഉന്നമനത്തിനായി ദീർഘവീക്ഷണത്തോടുകൂടെ നടപ്പാക്കിയ മാതൃകാ പ്രവർത്തനങ്ങളാണ് ദേശീയ ബഹുമതിക്ക് തിരുമേനിയെ അർഹനാക്കിയത്. നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ ബാംഗ്ലൂരിൽ നടന്ന ഹെഡ്സ് ഓഫ് ദി ചർച്ചസ് കോൺക്ലേവിൽ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അവാർഡ് സമ്മാനിച്ചു. ഭിന്നശേഷിക്കാർ, സാമൂഹികമായി അവഗണിക്കപ്പെട്ടവർ, ജീവിതത്തിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവർ എന്നിവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനായി വിവിധ സ്ഥാപനങ്ങൾക്കും സേവന സംരംഭങ്ങൾക്കും തിരുമേനി നേതൃത്വം നൽകി. വിദ്യാഭ്യാസം, പുനരധിവാസം, തൊഴിൽ പരിശീലനം, ചികിത്സാ സേവനങ്ങൾ, സാമൂഹിക ഉൾച്ചേരൽ എന്നിവ ലക്ഷ്യമാക്കി തിരുമേനി ആരംഭിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്ത പ്രവർത്തനങ്ങൾ അനേകരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ പുതിയ അധ്യായങ്ങൾ തുറന്നുകൊടുത്തതായി അവാർഡ് നിർണയ സമിതി വിലയിരുത്തി. സുഗമമായ വെള്ളമൊഴുക്കിനും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം ഒഴിവാക്കുവാനും തോടുകളിലെയും പുഴകളിലെയും നിലവിലുള്ള ചെളിയും മണ്ണും നീക്കം ചെയ്ത് സ്വാഭാവിക ആഴം പുനഃസ്ഥാപിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മാർത്തോമാ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന വികസന സംഘം പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. റവറൻ എബ്രഹാം, ബെന്നി പുത്തൻപറമ്പിൽ, മനോജ് ഡേവിഡ് കോശി, അനു ഫിലിപ്പ്, മേജർ MG വർഗീസ്, സാം വർഗീസ് മുള്ളംകാട്ടിൽ, ജോമിനി എബ്രഹാം, കെ ജോൺസൺ, തോമസ് മാത്യു, ജോജി മാത്യു, സുനിൽ P എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. മലങ്കര മാർത്തോമാ സുറിയാനി സഭ കുന്നംകുളം മലബാർ ഭദ്രാസന അസംബ്ലി കോഴിക്കോട് സെന്റ് പോൾസ് മാർത്തോമാ പള്ളിയിൽ സമാപിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ലോകത്തിന്റെ വേദനകളോട് ക്രിയാത്മകമായി ഇടപെടുമ്പോഴാണ് സഭയുടെ ശുശ്രൂഷ സംഗതമാകുന്നതെന്ന് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ പറഞ്ഞു. ചുറ്റുപാടുകൾക്ക് അർത്ഥവും അനുഗ്രഹവുമായി ജീവിക്കുവാൻ സാധിക്കണം. ജീവിതം ക്രിസ്തു സാന്നിധ്യമായി രൂപപ്പെടണമെന്നും നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നീതിയുടെ ചാലകങ്ങളായി തീരുവാൻ ഉത്തരവാദിത്തമുണ്ടാകണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കുകൾ എന്നിവ ഭദ്രാസന സെക്രട്ടറി റവറൻ സജു ബി ജോണും ബജറ്റ് ട്രഷറർ കൊച്ചുമാമനും അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാർ ലഹരി നിരോധന പ്രവർത്തനങ്ങൾക്കായി ആവിഷ്കരിച്ച തൂഫാൻ പദ്ധതിക്ക് ഭദ്രാസനത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ലഹരി വിമോചന കേന്ദ്രങ്ങളുടെയും ക്രിയാത്മകമായ സഹകരണം ഉറപ്പാക്കുമെന്ന പ്രമേയം യോഗം പാസാക്കി. ഭദ്രാസനത്തിന്റെ പുതിയ സെക്രട്ടറിയായി റവറൻ സജു ചാക്കോ മദ്ലുങ്കൽ, ട്രഷററായി ഡോക്ടർ രാജീവ് തോമസ് എന്നിവരെയും ഭദ്രാസനത്തിന്റെ കൗൺസിൽ അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിൽ സമഗ്ര സംഭാവനകൾ നൽകിയവർക്കായി നൽകി വരുന്ന മാർത്തോമാ അവാർഡ് രാഷ്ട്ര പ്രതിരോധ സേവന രംഗത്ത് സമഗ്രമായ സംഭാവനകൾ നൽകിയവർക്കായി സമ്മാനിച്ചു. വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരെയും സമ്മേളനം അനുമോദിച്ചു. മലങ്കര മാർത്തോമാ സുറിയാനി സഭ വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വീടുകളുടെ സമർപ്പണം ഓഗസ്റ്റ് 15 നടത്തും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വടുവഞ്ചാലിൽ സംഘടിപ്പിക്കുന്ന സമർപ്പണ സമ്മേളനം സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി T സിദ്ദിഖ് മുഖ്യ അതിഥിയായിരിക്കും. വടുവഞ്ചാലിൽ സഭ വാങ്ങിയ 3.5 ഏക്കർ ഭൂമിയിലാണ് പുനരധിവാസം ഒരുക്കുക. ദുരന്തത്തിനിരയായ 25 പേർക്കാണ് ഇവിടെ വീട് നിർമ്മിച്ചു നൽകുക. 8 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. ജനങ്ങൾക്ക് അടിസ്ഥാന വൈദ്യ ശുശ്രൂഷ ലഭ്യമാക്കുന്നതിനായി 2 നിലകളോടുകൂടിയ ഹോളിസ്റ്റിക് സെന്റർ നിർമ്മാണവും പുരോഗമിക്കുന്നതായി സഭാ സെക്രട്ടറി റവറൻ ഡെബിറ്റി മാമൻ അറിയിച്ചു. മഴക്കെടുതികളിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസവുമായി മാർത്തോമാ സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കാർഡ്
പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മുനിസിപ്പാലിറ്റി, കവിയൂർ, പെരിങ്ങര, അരുവാപുലം, ആറന്മുള ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിലും ആലപ്പുഴ ജില്ലയിലെ പാണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവേൽ, മാർത്തോമ മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി റവറൻ കെ.ഇ. ഗീവർഗീസ്, കാർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഷൈനൻ ജേക്കബ്, റവറൻ ടൈറ്റസ് തോമസ്, പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാൻ കേന്ദ്രം തലവൻ ഡോക്ടർ C.P. റോബർട്ട്, പ്രോഗ്രാം കോർഡിനേറ്റർ റിബു തോമസ് മാത്യു, മാനേജർ സജി ടി ചെറിയാൻ എന്നിവർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. പലവ്യഞ്ജന സാധനങ്ങൾ അടങ്ങിയ ദുരിതാശ്വാസ കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം കാർഡ് പ്രസിഡന്റ് ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത കറ്റോഡ് ബദേൽ മാർത്തോമ ഇടവകയിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് നൽകി നിർവഹിച്ചു. സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ സന്നിഹിതനായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യും. മഴയും വെള്ളപ്പൊക്കവും മൂലം ദുരിതമനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്കും ആളുകളിലേക്കും മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ യുവജന വിഭാഗമായ മാർത്തോമ യുവജന സഖ്യം അടിയന്തര സഹായങ്ങൾ എത്തിച്ചു. വിവിധ ഇടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു നൽകുകയും മരുന്നുകൾ ലഭ്യമാക്കുകയും ശുചീകരണ ജോലികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. യുവജന സഖ്യം ഔദ്യോഗിക ചുമതലക്കാർ, വിവിധ ഭദ്രാസന ചുമതലക്കാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, യുവജന സഖ്യം സന്നദ്ധ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. മാർത്തോമ സഭയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കാർഡിന്റെ കേരളത്തിലെ വിവിധ വികസന പ്രൊജക്ടുകളിൽ പ്രവർത്തിക്കുന്നവർക്കായി ത്രിദിന ജീവിത നൈപുണ്യ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കാർഡ് പ്രസിഡന്റ് ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വികസന ആശയങ്ങളെക്കുറിച്ചും പുതിയ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിനാവശ്യമായ അറിവും നൈപുണ്യവും തുടർച്ചയായി ആർജിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവേൽ അധ്യക്ഷത വഹിച്ചു. പരിശീലന പരിപാടി കോർഡിനേറ്റർ അഡ്വക്കേറ്റ് റെനി കെ ജേക്കബ്, ഫാക്കൽറ്റി അംഗങ്ങളായ ജോൺ മത്തായിക്കുട്ടി, PC ജോൺ, കാർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഷൈനൻ ജേക്കബ്, ഡോക്ടർ C.P. റോബർട്ട്, റിബു തോമസ്, സ്റ്റീഫൻസൺ ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളും വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ശാലോം.